ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസുവേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അത് ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയും മല്ലിയില അരിഞ്ഞതും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. എരിവിഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തതും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാനിത് ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിൽ എരിവൊന്നും ആഡ് ചെയ്ത് കൊടുക്കാത്തത്. ഇതിവിടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. സാധാരണ മുട്ടൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ഇതിനായിട്ട് എടുക്കുന്ന ഉരുളക്കിഴങ്ങ് പരമാവധി ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പൊരിച്ചെടുക്കുന്ന നേരത്ത് മറിച്ചിടുമല്ലോ, അപ്പോൾ അത് മറിച്ചിടുന്ന നേരത്ത് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ അത് വേവ് കിട്ടില്ല. അതുകൊണ്ട് പരമാവധി എല്ലാവരും ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗവും കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു മാവ് റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നീട് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എരിവ് അധികം എടുക്കാത്ത കാരണമാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തത്. പിന്നീട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അപ്പസോഡ ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു മാവ് രൂപത്തിൽ ഇത് കലക്കിയെടുക്കണം. സാധാ വെള്ളത്തിലാണ് ഇത് കലക്കിയെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ നമുക്കിത് കലക്കിയെടുക്കാം കേട്ടോ. ഈ മാവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നല്ല തിക്കും അല്ല, അതുപോലെ തന്നെ ലൂസായിട്ടല്ല കേട്ടോ കലക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഇത് കലക്കിയെടുക്കാം കേട്ടോ. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടറ്റോ ഓംപ്ലേറ്റ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഈ മാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊക്കെ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മളിത് ഇട്ട വശം ഇത് തിരിച്ചിട്ട് കൊടുക്കരുത്. അല്പസമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതിൻ്റെ നിറം ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്കിതൊക്കെ കോരി മാറ്റാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതല്ലാതെ നമുക്ക് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കാം. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.